ഡാൻ, ഈ സംസ്ഥാന ഭരണത്തിലേക്ക് തിരികെ വരണം. അതിന് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകൂ UDFന്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതാധിപത്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ ജില്ലാ പഞ്ചായത്തുകളുടെ ആധിപത്യമാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മേൽക്കൈ നിശ്ചയിക്കുന്ന ഘടകം. ഇത്തവണ UDFൻ്റെ തന്ത്രം എന്താണ്? UDFൻ്റെ ആലോചനകൾ എങ്ങനെയാണ്? കൂടുതൽ കോർപ്പറേഷനിലേക്ക്, കൂടുതൽ മുനിസിപ്പാലിറ്റികളിലേക്ക്, കൂടുതൽ പഞ്ചായത്തുകളിലേക്കൊക്കെ കടന്നു കയറാൻ എന്താലോചനയാണ് UDF നടത്തിയിരിക്കുന്നത്? സജിത്ത്, സാധാരണയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ മുൻതൂക്കം ലഭിക്കുന്നത് ആർക്കാണോ അവർ കേരളം ഭരിക്കും എന്നൊരു പതിവ് രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമായ ജീവൻ മരണ പോരാട്ടമാണ്. കാരണം പാർട്ടിക്ക് കേരളത്തിൽ വേര് കൃത്യമായി ഇളകാതെ ഉറപ്പിക്കണമെങ്കിൽ അടുത്ത തവണ അധികാരത്തിലേക്ക് തിരിച്ചെത്തേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പായിട്ടും അവിടെയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായൊരു നിരീക്ഷണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൃത്യമായ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പൊതു സ്വീകാര്യതയുള്ള മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിലേക്ക് ഉൾപ്പെടെ മത്സരരംഗത്ത് ഇറക്കാനുള്ള കൂടിയാലോചനകളാണ് നേതൃതലത്തിൽ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർവേ നടത്തുന്നതിന് വേണ്ടി ഒരു പ്രൊഫഷണൽ ടീമിനെയൊക്കെ ഏൽപ്പിച്ചിരുന്നു. അവർ ചില വിവരങ്ങളൊക്കെ നേതൃത്വത്തിന്റെ റിപ്പോർട്ടായി, സമഗ്രമായ റിപ്പോർട്ടായി കൈമാറിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടക്കുക. എടുത്തു പറയേണ്ട കാര്യം, കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ശ്രമകരമായ ദൌത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായങ്ങളെയും ഒപ്പം നിർത്തുക എന്നതാണ്. അതായത് ഈ വിശ്വാസ സംഗമത്തിലൂടെ അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിലൂടെ SNDPയെയും NSSനെയും ഒരുപോലെ തങ്ങൾക്കരികിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാർ, ഇടതുപക്ഷം. പക്ഷേ അതിനെ ഏതു വിധേനയും NSS ഉൾപ്പെടെ കോൺഗ്രസിനെന്നും പച്ചക്കൊടി വീശിയിരുന്ന സാമുദായിക സംഘടനയാണ്. അതുകൊണ്ട് NSSനെ ഒപ്പം നിർത്തേണ്ടത് UDFന്റെയും കോൺഗ്രസിന്റെ പ്രത്യേകിച്ചും അനിവാര്യതയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി തന്നെ NSS നേതൃത്വം കോൺഗ്രസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അകലങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ അകലം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പ്രതിനിധികൾ NSS നേതൃത്വവുമായി വൈകാതെ തന്നെ ചർച്ച നടത്തും. സമാനമായ തരത്തിൽ SNDP നേതൃത്വവുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ ഭൂരിപക്ഷ സമുദായവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അകലിച്ചകൾ ഇല്ലാതാക്കാനുള്ള അടിയന്തര ഇടപെടലുകൾക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഉൾപ്പെടെ അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അതിനൊപ്പമാണ് ക്രൈസ്തവ സഭാ നേതൃത്വത്തെ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം കോൺഗ്രസിന് മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടിയുണ്ടായത് ക്രൈസ്തവ സഭയുടെ പിന്തുണ നഷ്ടമായതിനാലാണ് എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ് നേതൃത്വം ക്രൈസ്തവ സഭാ സമൂഹത്തെ കൂടി ഒപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിലേക്ക് കടക്കും. പുതിയ KPCC അധ്യക്ഷനെ അടക്കം മാറ്റി പുതിയ KPCC അധ്യക്ഷൻ വരാനിടയായ സാഹചര്യം തന്നെ ക്രൈസ്തവ സഭയുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. സമാനമായ തരത്തിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഒരേ സമയം ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ ആലോചനകൾ. എന്തായാലും തന്ത്രപ്രധാനമായ ഈ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഡാൻ നമ്മൾ കണ്ടതാണ് ഈ പ്രത്യേകിച്ച് ഈ സമുദായ നേതൃത്വങ്ങളുമായി അടുക്കാൻ വേണ്ടി അവരുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ നഷ്ടപ്പെട്ട പ്രത്യേകിച്ച് NSS അടക്കമുള്ളവരുമായി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ, അതിനെന്തെങ്കിലും കൃത്യമായ ആലോചന വന്നിട്ടുണ്ടോ? ഈ NSS നേതൃത്വത്തെ കോൺഗ്രസ് നേതാക്കൾ കാണുമോ? അത് വ്യക്തത വന്നിട്ടുണ്ടോ അതിനകത്ത്? അതായത് നിലവിൽ നേതൃത്വം വ്യക്തമാക്കുന്നത് NSS ഒരു സമുദായ സംഘടനയാണ്, അവർക്ക് അവരുടെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു നിലപാട് അവർ ഒരു കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ സമദൂരം തുടരുമെന്നും എന്നാൽ അയ്യപ്പ സംഗമത്തിൽ സർക്കാർ കാണിച്ച ഇനിഷ്യേറ്റീവിനെ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് NSS പറഞ്ഞിരിക്കുന്നത്. അതൊരു പ്രത്യേകമായി ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്നുള്ളതിന്റെ സൂചനയൊന്നുമല്ല എന്ന വിലയിരുത്തലാണ് നേതൃത്വം. അത് വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറായതിൽ ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം നിലവിൽ ഇങ്ങനെ അതായത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ അയ്യപ്പ സംഗമം
സർക്കാർ നടത്തിയാലും ഇല്ലെങ്കിലും സ്വാഭാവികമായി ഈ സഭാ നേതൃത്വങ്ങളെയും സമുദായ സംഘടനകളെയും ഒക്കെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടതിനെക്കുറിച്ച് UDF എപ്പോഴും ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഇടപെടൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉറപ്പായും ഉണ്ടാകുമായിരുന്നു. അതിന് ഇതുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അങ്ങനെയൊരു കൂടിക്കാഴ്ച അത് NSSുമായി മാത്രമല്ല SNDPയുമായും മറ്റ് സമുദായ സംഘടനകളുമായി എല്ലാം ഉണ്ടാകും. അതോടൊപ്പം ക്രൈസ്തവ സഭാ നേതൃത്വത്തെ അടക്കം അങ്ങനെയൊരു ചർച്ചകളുടെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം മുതിർന്ന നേതാക്കളുടെ പ്രതിനിധി സംഘം കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോകും എന്ന സൂചനകൾ തന്നെയാണ് നേതൃത്വം പങ്കുവെക്കുന്നത്. യെസ്.